Next topic is neuromuscular junction. Neuromuscular junction is the junction between a motor neuron and a muscle fiber. ഇപ്പോൾ എല്ലാവർക്കും സിനാപ്സ് എന്നുള്ള ടേം വളരെ ഫെമിലിയർ ആയിരിക്കും. സിനാപ്സ് ഈസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. അപ്പോൾ ഒരു ന്യൂറോൺ അതിൻ്റെ ഇൻഫോർമേഷൻ മറ്റേ ന്യൂറോണിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ന്യൂറോൺസും കൂടെ അടുത്ത് വരുന്നതാണ് സിനാപ്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഒരു ന്യൂറോൺ അതിൻ്റെ ഇൻഫോർമേഷൻ മസിൽസിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ ഫൈബറും ന്യൂറോണും കൂടി ഫോം ചെയ്യുന്ന ആ ഒരു സിനാപ്റ്റിക് ജംഗ്ഷനെയാണ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സിനാപ്സിൽ നടക്കുന്ന പ്രോസസ്സും ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ നടക്കുന്ന പ്രോസസ്സും രണ്ടും സെയിം ആണ്, ഒരേ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ അവിടെ വരുന്ന ഒറ്റ വ്യത്യാസം ഈ പറഞ്ഞ പോസ്റ്റ് സിനാപ്റ്റിക് സ്ട്രക്ചറിലാണ്. ഇപ്പോൾ സിനാപ്സിൽ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആണ് വരുന്നത്, ന്യൂറോമസ്കുലർ ജംഗ്ഷനിലാവുമ്പോൾ അവിടെ മസിൽ ഫൈബറാണ് വരുന്നത്. അത് മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ആസ് വെൽ ആസ് ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ. ഇത് ആ ഒരു മോട്ടോർ ന്യൂറോൺ മസിലിലേക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു ആക്സോണൈറ്റ് പോർഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ ആ ടേം യൂസ് ചെയ്തത് മോട്ടോർ ന്യൂറോൺ എന്നാണ്. ബിക്കോസ് മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ മോട്ടോർ ന്യൂറോണ് ഇൻഫോർമേഷൻ കൊണ്ടുവരുന്നത് മസിൽ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മോട്ടോർ ആക്ടിവിറ്റി ആണ്. അതിന് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പറഞ്ഞ ടേം മോട്ടോർ ന്യൂറോൺ എന്നാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ന്യൂറോൺസ്, സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ദാറ്റ് ക്യാരി സെൻസേഷൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ. അപ്പോൾ എന്ത് തരം സെൻസേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ സ്പൈനൽ കോഡ്, ഓക്കെ, രണ്ടും ആവാം. റിഫ്ലെക്സ് വരുമ്പോൾ സ്പൈനൽ കോഡാണ് വരുന്നത്. അപ്പോൾ എന്ത് തരം സെൻസേഷൻ ആണെങ്കിലും അതിനെ സ്പൈനൽ കോഡിലേക്കോ ബ്രെയിനിലേക്കോ എത്തിക്കുന്നത് സെൻസറി ന്യൂറോൺസ് ആണ്. ആ ഇൻഫോർമേഷൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് തിരിച്ച് കറസ്പോണ്ടിങ് ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ തിരിച്ച് മസിൽസിലേക്ക് കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺസ് ആണ്. ഇപ്പോൾ ബ്രെയിൻ ആണെങ്കിലും സ്പൈനൽ കോഡ് ആണെങ്കിലും വന്ന സെൻസേഷനുള്ള എന്താ റെസ്പോൺസ് എന്നുള്ളതൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻ മോട്ടോർ ന്യൂറോൺസിൽ കൂടെയാണ് മസിൽസിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് മോട്ടോർ ന്യൂറോൺ ആൻഡ് മസിൽ ഫൈബർ എന്നുള്ള ടേം സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ. ഇനി മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് മോട്ടോർ ആക്ടിവിറ്റി ആണ് എന്ന് പറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു സെൻസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് മസിൽ കൺട്രാക്ഷനാണ്. അത് ആ റെസ്പോൺസ് അങ്ങനെയാണ് വരുന്നത്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഇടത്തെ കയ്യിൽ എന്തെങ്കിലും ഒരു ഉറുമ്പ് കടിച്ചു, നമുക്കത് ചൊറിയണം. അപ്പോൾ അത് ചൊറിയണം എന്നുണ്ടെങ്കിൽ ആ സെൻസേഷൻ, ഉറുമ്പ് കടിച്ചു, നമുക്ക് ആ ഇച്ചിങ് സെൻസേഷൻ അത് ബ്രെയിനിലേക്ക് സെൻസറി ന്യൂറോൺസ് കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം എവിടെയാണോ ഉറുമ്പ് കടിച്ചത് ആ ഭാഗം നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് വലത്തെ കൈ വെച്ച് ചൊറിയുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വലത്തെ കൈ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കൈയിൻ്റെ മസിൽസ് അല്ലേ, ആ കൈയിലെ എല്ലാ മസിൽസും കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ മൂവ്മെൻറ്റ് അവിടെ നടത്താൻ പറ്റുന്നതും അവിടുത്തെ ആ ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ അതിനു വേണ്ടി മോട്ടോർ ന്യൂറോൺസിൽ കൂടെയാണ് ആ ഇൻഫോർമേഷൻ ഈ വലത്തെ കൈയിലെ മസിൽസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇച്ചിങ് എന്നുള്ള പ്രോസസ്സ്, ചൊറിയുക എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. സോ മസിൽ കൺട്രാക്ഷൻ ഈസ് എ മോട്ടോർ ആക്ടിവിറ്റി. എന്തൊരു പ്രോസസ്സിൻ്റെയും റെസ്പോൺസ് ആയിട്ട് വരുന്നതാണ് മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ ഈ മസിൽ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് മോട്ടോർ ന്യൂറോൺസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ neuromuscular junction, it is the junction between the terminal branch of the motor nerve and the muscle fiber. ഇതിൻ്റെ പാർട്സ് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 മെയിൻ പാർട്സ്. അതിൽ ആദ്യം വരുന്നത്
axon terminal and motor end plate. അപ്പോൾ axon terminal എന്ന് പറഞ്ഞാൽ it is the end bulb or it is the end part of the motor neuron. ആ motor neuronൻ്റെ axonites അതിനെയാണ് axon terminal എന്ന് പറയുന്നത്. So the axonites end in numerous bulb-like structures called synaptic end bulb or synaptic knobs. KNOBS. Synaptic end bulbs or synaptic knobs എന്നാണ് അതിനെ പറയുന്നത്. ആക്സോൺ എൻഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കുറേ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അത് അൺമൈലിനേറ്റഡ് ആണ്. അവിടെ എത്തുമ്പോഴേക്കും മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ എൻഡ് ബൾബിനകത്ത് ദർ ആർ ന്യൂമറസ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് സിനാപ്റ്റിക് വെസിക്കിൾസ്. അപ്പോൾ അതിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത്. ആൻഡ് മസിൽ കൺട്രാക്ഷന് സ്റ്റിമുലേറ്ററി ആയിട്ട് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ യൂഷ്വലി കാണുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് എസറ്റൈൽ കോളീൻ ആണ്. അപ്പോൾ എസറ്റൈൽ കോളീൻ കണ്ടെയ്ൻ ചെയ്യുന്ന സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ് ഈ ആക്സോൺ ടെർമിനലിനകത്ത് അല്ലെങ്കിൽ സിനാപ്റ്റിക് എൻഡ് ബൾബിനകത്ത് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ദി മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് സാർക്കോലെമ ഫേസിങ് ദി മോട്ടോർ ന്യൂറോൺ, അല്ലെങ്കിൽ ഈ ആക്സോൺ ടെർമിനലിനോട് ഫേസ് ചെയ്യുന്ന പാർട്ട് ഓഫ് സാർക്കോലെമേനെയാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ട്രക്ചർ ഇതാണ് ആക്സോണൈറ്റിൻ്റെ എൻഡ് ആൻഡ് ദിസ് ഈസ് ദി സിനാപ്റ്റിക് എൻഡ് ബൾബ് ഓർ സിനാപ്റ്റിക് നോബ്. ഈ ഒരു ഗ്ലോബുലർ സ്ട്രക്ചർ അതിനകത്ത് ഇതാ ഇങ്ങനെ വയലറ്റ് കളറിൽ ഒരുപാട് ചെറിയ ചെറിയ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. ദേ ആർ ദി സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇത് മൈറ്റോകോൺട്രിയാണ്. അപ്പോൾ ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദി പാർട്ട് ഓഫ് സാർക്കോലെമ ഇൻവോൾവ്ഡ് ഇൻ forming the neuromuscular junction. അപ്പോൾ the part of sarcolemma facing the motor neuron or the axon terminal of the motor neuron is called motor end plate. Then അടുത്ത ടേം synaptic trough or gutter. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സാർക്കോലെമ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്ന ശേഷം ഇതിങ്ങനെ ഒരു ചെറിയൊരു ഇൻവാജിനേഷൻ പോലെ ഫോം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഇൻവാജിനേഷൻ സാർക്കോലെമയുടെ ഈ ഒരു ഇൻവാജിനേഷനെയാണ് സിനാപ്റ്റിക് ട്രഫ് ഓർ ഗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻവാജിനേറ്റഡ് ഏരിയയിലേക്കാണ് ഈ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് എൻഡ് ബൾബ് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടച്ച് ചെയ്യുന്നൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് പോലെ അതിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻവാജിനേറ്റഡ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് ഏരിയ ഓഫ് ദി മോട്ടോർ എൻഡ് പ്ലേറ്റ് ഈസ് കോൾഡ് സിനാപ്റ്റിക് ട്രഫ് ഓർ ഗട്ടർ. Then comes the synaptic cleft. Synaptic cleft എന്ന് പറഞ്ഞാൽ it is the space in between these two structures. ഈ സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെയും മോട്ടോർ എൻഡ് പ്ലേറ്റിൻ്റെയും ഇടയിലുള്ള സ്പേസിനെ ആണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്കാണ് എസറ്റൈൽ കോളീനെ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സബ് ന്യൂറൽ ക്ലെഫ്റ്റ്സ്. സബ് ന്യൂറൽ ക്ലെഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ എൻഡ് പ്ലേറ്റിൻ്റെ ഈ ഭാഗം കണ്ടോ, ഒരുപാട് ഫോൾഡിങ്സ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ദീസ് ഫോൾഡിങ്സ് ആർ കോൾഡ് സബ് ന്യൂറൽ ക്ലെഫ്റ്റ്സ്. അപ്പോൾ അതിനകത്ത് ആണ് ഈ എസറ്റൈൽ കോളീന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ന്യൂറോൺ അതിൻ്റെ ഇൻഫോർമേഷൻ എസറ്റൈൽ കോളീൻ വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. എസറ്റൈൽ കോളീൻ ഈ മോട്ടോർ എൻഡ് പ്ലേറ്റിന് മുകളിൽ റിസെപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ആ ഇൻഫോർമേഷൻ സാർക്കോലെമ അല്ലെങ്കിൽ മസിൽ ഫൈബറിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് വന്ന് അറ്റാച്ച് ചെയ്യാൻ എസറ്റൈൽ കോളീനോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനോ വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഈ സബ് ന്യൂറൽ ക്ലെഫ്റ്റിനകത്താണ് ഇരിക്കുന്നത്. സോ ദീസ് ആർ ദി പാർട്സ് ഓഫ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഈ പിക്ചറിൽ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്സോൺ ടെർമിനൽ, മോട്ടോർ ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനൽ. ഇതാണ് സിനാപ്റ്റിക് എൻഡ് ബൾബ്. ദീസ് ആർ ദി വെസിക്കിൾസ്. പിന്നെ ഈ ഒരു ഡിപ്രസ്ഡ് ഏരിയനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിനാപ്റ്റിക് ട്രഫ് ഓർ ഗട്ടർ. ഈ സ്പേസിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഫോൾഡിങ്സ് ആർ കോൾഡ് സബ്ന്യൂറൽ ക്ലെഫ്റ്റ്സ് ഓർ സബ്ന്യൂറൽ ഫോൾഡ്സ്. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ.
സെയിം തന്നെയാണ് ഈ പിക്ചറിലും കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ആ സാർക്കോലെമയുടെ സൈഡിലുള്ള T ട്യൂബ്യൂൾസ്, ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾസിനെ പറ്റിയിട്ടും ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഇത് അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ്. Axon terminal, the end portion of motor neuron that has numerous bulb-like structures called synaptic knob or end bulbs. They possess numerous sac-like structures called synaptic vesicles that contain the neurotransmitters. The neurotransmitter in motor neurons are usually acetylcholine. അതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് ACH എന്ന് പറയുന്നു. Then motor end plate, the part of sarcolemma facing the axon terminal of motor neuron. Then synaptic trough or gutter, the invagination of motor end plate into which the axon terminal fits. Then synaptic cleft, the space in between axon terminal and motor end plate into which acetylcholine is released. And finally, subneural clefts, the foldings of motor end plate in which acetylcholine receptors are seen. ഇതാണ് അതിൻ്റെ ഒരു പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ. ഈ ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ നല്ല കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ വളരെ ഈസിയാണ്. കാരണം സെയിം കാര്യം തന്നെ, അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. സിനാപ്റ്റിക് ട്രാൻസ്മിഷനും ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷനും ഒരേപോലെയാണ്. അവിടെ ആകെ വരുന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷനിലാവുമ്പോൾ ആ അസറ്റൈൽകോളിൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് മോട്ടോർ എൻഡ് പ്ലേറ്റ്, അതായത് സാർക്കോലെമയുടെ ആ ഒരു മെംബ്രെയിൻ്റെ അതിൻ്റെ മുകളിലാണ്, റിസെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ്. സിനാപ്സ് ആവുന്ന സമയത്ത് അത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സിൻ്റെ മുകളിലുള്ള റിസെപ്റ്റേഴ്സിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും സെയിം ആണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ മോട്ടോർ ന്യൂറോൺസ് യൂഷ്വലി മൈലിനേറ്റഡ് ന്യൂറോൺസ് ആയിരിക്കും. മൈലിനേറ്റഡ് ന്യൂറോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഈ മൈലിൻ ഷീത്ത് യൂഷ്വലി ഡിസ്കണ്ടിന്യൂസ് ആണ്. അത് ഇടയിലിടയിൽ അതിന് ചെറിയ സ്പേസസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ദോസ് സ്പേസസ് ആർ കോൾഡ് നോഡ്സ് ഓഫ് റാൻവിയർ. അപ്പോൾ ഈ നോഡ് ഓഫ് റാൻവിയറിൽ കൂടെയാണ് ഇമ്പൾസ്, ഏത് ഇമ്പൾസ് ആണെങ്കിലും അത് ജമ്പ് ചെയ്ത് പോകുന്നത്. അതാണ് മൈലിനേറ്റഡ് ന്യൂറോൺസിൻ്റെ പ്രത്യേകത. നമ്മളിതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നെർവസ് സിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞു വെക്കാം. മൈലിനേറ്റഡ് ന്യൂറോൺസിൻ്റെ മുകളിൽ കൂടെ ഇമ്പൾസ് ജമ്പ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ജമ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ നോഡ് ഓഫ് റാൻവിയറിൽ കൂടെയാണ്. കാരണം നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുമ്പോൾ അവിടെ മൈലിൻ ഷീത്ത് ഇല്ല. ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് ലെയറാണ്. അതുകൊണ്ടാണ് ആ ലെയറിൻ്റെ മുകളിൽ കൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഈ മസിൽ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ബ്രെയിനിൽ നിന്നും ഈ മോട്ടോർ ന്യൂറോൺസ് വഴി വരുന്നു. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചതുപോലെ അതൊരു നോഡിൽ നിന്നും മറ്റു നോഡിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഫൈനലി ആക്സോൺ ടെർമിനലിലേക്ക് എത്തുന്നു. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോൺ ടെർമിനലിലേക്ക് എത്തുന്നു. അപ്പോൾ അത് ആക്സോൺ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ഉണ്ട്. വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ്. അപ്പോൾ ആക്സോൺ ടെർമിനലിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ ദീസ് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് വിൽ ഓപ്പൺ. അപ്പോൾ അവിടെ ആ ഒരു ഇലക്ട്രിക്കൽ ചേഞ്ച് വന്നത്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നതുകൊണ്ടാണ് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ ഓപ്പൺ ആയത്. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നുള്ള കാൽഷ്യം അയോൺസ് ഈ ചാനൽസ് വഴി, ഗേറ്റഡ് ചാനൽസ് വഴി ഈ സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെ അകത്തേക്ക് കയറി വരും. അങ്ങനെ അത് കയറിയതിന് ശേഷം അത് വെറുതെ അവിടെ കറങ്ങി നടക്കുകയല്ല ചെയ്യുക. ദേ വിൽ എൻറ്റർ ഇൻ ടു ദി സിനാപ്റ്റിക് വെസിക്കിൾസ്, അല്ലെങ്കിൽ ആ സിനാപ്റ്റിക് വെസിക്കിൾസിനെ ഒന്ന് സിഗ്നൽ ചെയ്യും. ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ കൊടുക്കും. ആൻഡ് ദാറ്റ് സിഗ്നലിംഗ്, അല്ലെങ്കിൽ ഈ കാൽഷ്യം ചിലപ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ അകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് പതുക്കെ ഈ ആക്സോൺ ടെർമിനലിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെ മെംബ്രെയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരാൻ തുടങ്ങും. ഇങ്ങനെ താഴത്തേക്ക് വെയിറ്റ് കൂടുമ്പോൾ അങ്ങനെ താഴത്തേക്ക് വരുന്നില്ലേ, അതേപോലെ ആ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇങ്ങനെ പതുക്കെ നീങ്ങി വന്ന്
അങ്ങനെ അവർ സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെ മെംബ്രെയിനുമായിട്ട് ആദ്യം കോൺടാക്റ്റ് ചെയ്ത ശേഷം ഈ വെസിക്കിളിൻ്റെ മെംബ്രെയിനും സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെ മെംബ്രെയിനും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് എക്സോസൈറ്റോസിസ് എന്നുള്ള പ്രോസസ്സിൽ കൂടെ അതിനകത്തുള്ള ആ സിനാപ്റ്റിക് വെസിക്കിൾസ് അതിനകത്തുള്ള എസറ്റൈൽ കോളീനെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. ഇതോടുകൂടി ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് എസറ്റൈൽ കോളീനെ റിലീസ് ചെയ്യുന്നതോടുകൂടി ആക്സോൺ ടെർമിനലിൻ്റെ അല്ലെങ്കിൽ ആ മോട്ടോർ ന്യൂറോണിൻ്റെ ജോലി കഴിഞ്ഞു. അവർക്ക് എന്തായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്? അവരിലുണ്ടായിരുന്ന ഇൻഫോർമേഷൻ എങ്ങനെയെങ്കിലും അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കണം. അപ്പോൾ അവർക്ക് ചെയ്യാൻ എന്താ പറ്റുന്നത്? ആ അസറ്റൈൽ കോളീനെ അങ്ങോട്ട് റിലീസ് ചെയ്യുക. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇൻഫോർമേഷൻ അങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ആ ഒരു പരിപാടി അവിടെ അവർ നിർവഹിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടിയും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ മൈലിൻ ഷീത്തിൻ്റെ നോഡ് ഓഫ് റാൻവിയറിൽ കൂടെ വന്ന് അത് നേരെ ആക്സോൺ ടെർമിനലിലേക്ക് എത്തി. സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെ അവിടേക്ക് എത്തുന്നു. അതവിടെ എത്തിയ ശേഷം വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസിനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കൂടെ കാൽഷ്യം അയോൺസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും സിനാപ്റ്റിക് എൻഡ് ബൾബിൻ്റെ അകത്തേക്ക് കയറി വരും. ആൻഡ് ഫ്രം ദെയർ ദീസ് കാൽഷ്യം അയോൺസ് വിൽ സിഗ്നൽ ദി സിനാപ്റ്റിക് വെസിക്കിൾസ് ഓർ they will enter inside the synaptic vesicles. രണ്ട് കാര്യങ്ങളും ചെയ്യാം. ചില സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചില ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ രണ്ട് കാര്യം പറയുന്നത്. ചില ടെക്സ്റ്റുകളിൽ പറയുന്നത് ഈ കാൽഷ്യം അയോൺസ് സിനാപ്റ്റിക് വെസിക്കിൾസിനെ സിഗ്നൽ ചെയ്യുന്നു എന്നാണ്. എന്നാൽ അതേസമയം ചില ടെക്സ്റ്റുകൾ പറയുന്നത് ഈ എൻറ്റർ ചെയ്തിട്ടുള്ള കാൽഷ്യം അയോൺസ് ഡയറക്റ്റായിട്ട് നേരെ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഞാനിത് രണ്ടും ഇവിടെയും ഈ വീഡിയോനകത്തും പറയുന്നത്. സോ എന്ത് തന്നെയാണെങ്കിലും ഈ കാൽഷ്യം അയോൺസ് ആണ് സിനാപ്റ്റിക് വെസിക്കിൾസ് അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ കാൽഷ്യം അയോൺസ് വിൽ സിഗ്നൽ ഓർ എൻറ്റർ ഇൻസൈഡ് ദി സിനാപ്റ്റിക് വെസിക്കിൾസ്. അങ്ങനെ വരുമ്പോൾ ദ സിനാപ്റ്റിക് വെസിക്കിൾസ് വിൽ സ്ലോലി മൂവ് ടുവേർഡ്സ് ദി സിനാപ്റ്റിക് എൻഡ് ബൾബ് മെംബ്രെയിൻ. അങ്ങനെ എത്തിയതിന് ശേഷം the two membranes will fuse together and the synaptic vesicle will release acetylcholine into the synaptic cleft. അപ്പോൾ അങ്ങനെ ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നതോടുകൂടി ഈ മോട്ടോർ ന്യൂറോണിൻ്റെ ജോലി തീർന്നു. ഇനി അടുത്ത കാര്യം, ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ വന്ന് കിടക്കുന്ന അസറ്റൈൽകോളിൻ മോട്ടോർ എൻഡ് പ്ലേറ്റിലുള്ള അതിൻ്റെ റിസെപ്റ്റേഴ്സുമായി വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ റിസെപ്റ്റേഴ്സുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകും. ആൻഡ് സോഡിയം അയോൺസ് ഫ്രം ദി എക്സ്റ്റീരിയർ വിൽ മൂവ് ഇൻ ടു ദി ഇൻറ്റീരിയർ ഓഫ് ദി സാർക്കോലെമ. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ സമയത്ത് സോഡിയം അയോൺസ് പുറത്തായിരിക്കും, പൊട്ടാസ്യം അയോൺസ് അകത്തായിരിക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ ആ സോഡിയം അയോൺസ് പുറത്തേക്ക് പോകും, പൊട്ടാസ്യം അയോൺസ് അകത്തേക്ക് വരും. അങ്ങനെയാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആവുന്നത്. അതേപോലെ തന്നെ ഇവിടെ അസറ്റൈൽകോളിൻ വന്ന് റിസെപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ സോഡിയം ചാനൽസ് ഓപ്പൺ ആകുന്നു. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു സാർക്കോലെമയുടെ പുറത്തിരിക്കുന്ന സോഡിയം അയോൺസ് സാർക്കോലെമയുടെ അകത്തേക്ക് കയറി വരുന്നു. അകത്തുള്ള പൊട്ടാസ്യം അയോൺസ് സാർക്കോലെമയുടെ പുറത്തേക്കും പോകുന്നു. അങ്ങനെ മോട്ടോർ എൻഡ് പ്ലേറ്റിൽ അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആകുന്നു. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആയ ശേഷം അത് സാർക്കോലെമയിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയി ഇറ്റ് വിൽ ലീഡ് ടു മസിൽ കൺട്രാക്ഷൻ. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ അസറ്റൈൽകോളിൻ ആദ്യം വരുമ്പോൾ ഒരുപാടൊന്നും ആദ്യത്തിൽ റിലീസ് ചെയ്യില്ല, പതുക്കെ റിലീസ് ചെയ്യുന്നത് കൂടുന്നത്. അപ്പോൾ ഇനീഷ്യലി റിലീസ് ചെയ്യുന്ന അസറ്റൈൽകോളിൻ റിസെപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മോട്ടോർ എൻഡ് പ്ലേറ്റിൽ ഒരു ചെറിയതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതായത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ചെയ്യില്ല, ചെറിയ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മാത്രം ഉണ്ടാക്കും. കൂടുതൽ അസറ്റൈൽകോളിൻ അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് പിന്നീടൊരു ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറുന്നത്. ഞാനൊരിക്കൽ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ടേം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പതുക്കെ അല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് ആ എന്താ പറയുക വോൾട്ടേജ് ഡിഫറൻസ് കൂടി വന്ന് ഫൈനലി അതൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആവുന്ന കണ്ടീഷൻ. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം റിലീസ് ചെയ്യുന്ന അസറ്റൈൽ കോളിൻ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗ്രേഡഡ് പൊട്ടൻഷ്യലാണ് ഉണ്ടാക്കുന്നത്. പിന്നീടാണ് അതൊരു ആക്ഷൻ പൊട്ടൻഷ്യലായി മാറുന്നത്. കൂടുതൽ അസറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അതൊരു ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറുന്നത്. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യലായ ശേഷം ഇറ്റ് വിൽ പ്രോപ്പഗേറ്റ് ത്രൂ ദി എൻറ്റയർ സർഫസ് ഓഫ് സാർക്കോലെമ വിച്ച് ലീഡ്സ് ടു മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ ഇതാണ് ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഈവൻറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഇതിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്നത്. അതിലൊരെണ്ണം ആക്സോൺ ടെർമിനലിൽ നടക്കുന്ന ഈവൻറ്റ്സും മറ്റത് സാർക്കോലെമയിൽ നടക്കുന്ന ഈവൻറ്റ്സുമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിട്ടൺ പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇതാ സെയിം പിക്ചർ തന്നെ ഒന്നും കൂടിയും കാണിച്ചതാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ വന്ന് കാൽഷ്യം അയോൺസ് വന്നിട്ട് ബൈൻഡ് ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് സിഗ്നൽ ചെയ്യുന്നു. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു, അതിൻ്റെ റിസെപ്റ്റേഴ്സുമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അത് സെയിം പിക്ചർ ഒന്നുകൂടി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ഇസ് events taking place in the axon terminal. Arrival of action potential to the axon terminal. Opening of voltage gated calcium channels in the axon terminal. Entry of calcium ions into the synaptic end bulb from extracellular fluid. Signaling of synaptic vesicles by calcium ions. Movement of synaptic vesicles towards synaptic end bulb membrane. Fusion of synaptic end bulb and vesicle membranes leading to the release of acetylcholine to synaptic cleft. അപ്പോൾ ഇതാണ് ആക്സോൺ ടെർമിനലിൽ നടക്കുന്ന ചേഞ്ചസ്. Then events taking place in the motor end plate. Binding of acetylcholine with its receptors in subneural clefts. Formation of acetylcholine receptor complex. Opening of voltage gated sodium channels and influx of sodium. Development of graded end plate potential. Opening of more voltage gated sodium channels and influx of sodium. Development of action potential. Spread of action potential throughout the sarcolemma, finally leading to muscle contraction. അപ്പോൾ ഇതാണ് ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടിയും ആഡ് ചെയ്യാനുള്ളത്, ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽകോളിൻ റിലീസ് ചെയ്യും. അതായത് മസിൽ കൺട്രാക്ഷന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അസറ്റൈൽകോളിൻ ആയിരിക്കും ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നത്. കാരണം വരുന്ന മോട്ടോർ ന്യൂറോൺ അറിയില്ല എത്ര നമ്പർ ഓഫ് അസറ്റൈൽകോളിൻ വേണം, എത്ര സമയത്തേക്ക് വേണം എന്നുള്ളതൊക്കെ. ഓക്കെ, അതാ വരുന്ന എന്താ പറയുക സ്റ്റിമുലേഷൻ അനുസരിച്ചിരിക്കും. പക്ഷേ അവർക്കൊരു കൃത്യം നമ്പർ വെച്ചിട്ട് അസറ്റൈൽകോളിനെ റിലീസ് ചെയ്യാനൊന്നും പറ്റില്ല. സപ്പോസ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മസിൽ കൺട്രാക്ഷൻ നടക്കാനായിട്ട് ഒരു 10,000 അസറ്റൈൽകോളിൻ മതി. ഓക്കെ, പക്ഷേ കറക്റ്റ് 10,000 ആയിരിക്കില്ല അത് റിലീസ് ചെയ്യുന്നത്. ലാക്സ് ഓർ മില്യൺസ് ഓഫ് അസറ്റൈൽകോളിൻ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. പക്ഷേ 10,000 മതി. അതിലും കൂടുതലായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അൺനെസസറി ആയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻസ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. 5 മിനിറ്റ് നേരത്തേക്ക് പ്രോപ്പറായിട്ടുള്ള മസിൽ കൺട്രാക്ഷനേ ആവശ്യമുള്ളൂ. സോ ഈ ബാക്കി വരുന്ന അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന അസറ്റൈൽകോളിന് എന്ത് സംഭവിക്കുന്നു? അതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഫേറ്റ് ഓഫ് അസറ്റൈൽകോളിൻ. അപ്പോൾ എന്താണ് ഫേറ്റ് എന്ന് ചോദിച്ചാൽ, ഈ എക്സസ് ആയിട്ട് വരുന്ന അസറ്റൈൽകോളിൻ അതിനെ ഒരു എൻസൈം വന്ന് നശിപ്പിക്കും. അത് എല്ലാ സിനാപ്സിലും കാണുന്ന ഒരു എൻസൈമാണ് അസറ്റൈൽകോളിൻ എസ്റ്ററേസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ എക്സസ് ആയിട്ടൊക്കെ വരുന്ന അസറ്റൈൽകോളിൻ അല്ലെങ്കിൽ റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഫ്രീ ആയിട്ട് നടക്കുന്ന അസറ്റൈൽകോളിനെ പിടിച്ച് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് എസറ്റിക് ആസിഡ് ആൻഡ് കോളിൻ. അങ്ങനെ 2 സെപ്പറേറ്റ് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും.
അപ്പോൾ അതങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഒരു എസിറ്റൈൽ കോളിൻ്റെ ഫംഗ്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് വീണ്ടും റീയുണൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആ ക്ലെഫ്റ്റിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ രണ്ട് പാർട്ട് എസിറ്റിക് ആസിഡ് ആൻഡ് കോളീൻ, ഇറ്റ് വിൽ ബി ടേക്കൺ ബാക്ക് ബൈ ദി സിനാപ്റ്റിക് എൻഡ് ബൾബ് ത്രൂ എൻഡോസൈറ്റോസിസ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള സാധനത്തിനെ പുറത്തേക്ക് തള്ളിക്കളയുക. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന സാധനത്തിനെ അകത്തേക്ക് ഒരു വെസിക്കിൾ രൂപത്തിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻഡോസൈറ്റോസിസ് കൂടെ എസിറ്റിക് ആസിഡിനെയും കോളീനെയും സിനാപ്റ്റിക് എൻഡ് ബൾബ് തന്നെ വലിച്ചെടുത്ത ശേഷം അത് വീണ്ടും രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് എസിറ്റൈൽ കോളീൻ ആക്കിയ ശേഷം സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് അതിനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എസിറ്റൈൽ കോളീൻ്റെ ഫേറ്റ് വരുന്നത്. അപ്പോൾ ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻസിനെ ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു പരിപാടി അവിടെ നടത്തുന്നത്. ഇത് യൂഷ്വലി നടക്കാറുണ്ട്. ഇനി ഈ എൻസൈമിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോഴൊക്കെയാണ് മറ്റ് പല അസുഖങ്ങളിലേക്കും അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ.